ഈ യൂണിവേഴ്സിലെ ഭൂമിയിലെ ജീവജാലങ്ങൾ ഒറ്റയ്ക്കാണോ? വേറെ ഏതെങ്കിലും പ്ലാനറ്റിലെ ജീവൻ നിലനിൽക്കുന്നുണ്ടോ? ഏലിയൻസ് ഉണ്ടോ? ഈ ക്വസ്റ്റ്യൻ വളരെ കോമൺ ആണ്. എൻ്റെ അറിവിൽ ഏലിയൻ ഉണ്ട് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു എവിഡൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങളെപ്പോലെ തന്നെ ഞാനും കണ്ടിരിക്കുന്നത് ക്രിയേറ്റഡ് ആയിട്ടുള്ള കുറേ ഇമേജസും വീഡിയോസും തന്നെയാണ്. പിന്നെ ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലൊരു ആൻസറിലേക്ക് എത്താൻ പറ്റും. നമ്മുടെ എർത്ത് അടങ്ങുന്ന നമ്മുടെ സോളാർ സിസ്റ്റവും അതിലെ സണ്ണും പ്ലാനറ്റ്സും എല്ലാം നമുക്ക് പരിചിതമാണ്. ഇതുകൂടാതെ ഒരുപാട് പ്ലാനറ്ററി സിസ്റ്റം നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെയുണ്ട്. 3900 പ്ലാനറ്ററി സിസ്റ്റംസ് നാസ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ സോളാർ സിസ്റ്റത്തിലുള്ളതിനേക്കാൾ കൂടുതൽ പ്ലാനറ്റ്സ് ഉള്ളതും നിലവിലുണ്ട്. 200 തൊട്ട് 400 ബില്യൺ സ്റ്റാർസ് നമ്മുടെ സ്കൈയിലുണ്ട് എന്നാണ് പറയുന്നത്. ഈ 400 ബില്യൺ സ്റ്റാർസിന് ചുറ്റും ഇതേപോലെ തന്നെ പ്ലാനറ്റുകളും ഉണ്ടാവാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരു സ്റ്റാറിനെ മൺതരിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബക്കറ്റ് നിറയെ മൺതരി എടുത്താൽ എന്താണോ അതാണ് 200 തൊട്ട് 400 ബില്യൺ എന്ന് പറയുന്നത്. ആ ഓരോ നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഒരുപാട് പ്ലാനറ്റ്സുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളുടെ ഭൂമിയിലെ ഇതേ കാലാവസ്ഥയും ഇതേ ഗ്രാവിറ്റേഷൻ ഫോഴ്സുമായിട്ട് ഒരുപാട് പ്ലാനറ്റ്സുകളും കൂടെ ഉണ്ടാവാനുള്ള ചാൻസസ് നമുക്ക് ഒട്ടും തള്ളിക്കളയാൻ പറ്റില്ല. ഇതേ അവസ്ഥ നിലനിൽക്കുന്ന പ്ലാനറ്റ്സുകളിൽ ജീവൻ ഉണ്ടായിട്ടുണ്ടാവാനും സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഞാനിപ്പോൾ പറയുന്നത് നമ്മളുടെ മിൽക്കി വേ ഗാലക്സിക്ക് ഉള്ളിലുള്ള കാര്യമാണ്. നമ്മുടെ മിൽക്കി വേ ഗാലക്സി പോലെ തന്നെ 2 ട്രില്യണോളം ഗാലക്സികൾ നിലവിലുണ്ടാവാൻ ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയും ഗാലക്സിക്കുള്ളിലും ഇതേപോലെ 200 തൊട്ട് 400ഓളം നക്ഷത്രങ്ങളും അത്രയും നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഒരുപാട് പ്ലാനറ്റ്സുകളും നിലവിലുണ്ട്. വൈഡായ നമ്മുടെ യൂണിവേഴ്സിൽ ഇത്രയും പ്ലാനറ്റ്സുകളിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ മാത്രമാണ് ക്രിയേഷൻ ഉണ്ടായിട്ടുള്ളൂ, ക്രീച്ചേഴ്സ് ഉള്ളൂ, ജീവനുള്ളൂ എന്ന് ചിന്തിച്ചാൽ അത് വളരെ സ്വാർത്ഥമായ ചിന്താഗതി മാത്രമായി പോകും. ഒരുപാട് പ്ലാനറ്റ്സ് ഉള്ളത് കൊണ്ട് അതിലൊക്കെ ജീവൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടായിട്ടുണ്ടാവാം. ചിലതിൽ നമ്മളുടെ ഭൂമിയെ പോലെ തന്നെ അതിന് പറ്റിയ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ ജീവൻ നിലനിന്നിട്ടും ഉണ്ടാകാം.